കേരളത്തെക്കുറിച്ചൊരു നെഗറ്റീവ് ബ്രാൻഡിങ് പലപ്പോഴും അത് മീഡിയകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. സ്വന്തം നാടിനെക്കുറിച്ച് നെഗറ്റീവായ ന്യൂസുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സെൻസേഷന് വേണ്ടിയിട്ട് കൊടുത്ത് നമ്മുടെ നാടിനെ ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ആക്കി നമ്മുടെ മീഡിയകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് ഇന്ത്യ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ എടുത്താൽ ലോകത്തിലെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, എല്ലാ ആംഗിളിലും. വാസ്തവത്തിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഇപ്പോഴാണ് നടത്തേണ്ടത്. അത് പണ്ട് നടത്തിയിരുന്നത് സമയത്ത് ഇന്ത്യ ഷൈനിങ് അത്ര ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഇന്ന് അത് ഓർഗാനിക്കായിട്ട് വന്നതാണ്. നമ്മളൊരു ഇൻഡസ്ട്രി റെഡി എഡ്യൂക്കേഷൻ അല്ല പലപ്പോഴും ഇവിടെ കൊടുക്കുന്നത്. ഇൻഡസ്ട്രി റെഡി അല്ല പിള്ളേർ. ഇറങ്ങിയതിന് ശേഷം ഒരു ഇൻഡസ്ട്രി പോയിട്ട് വേണോ എന്തെങ്കിലും ഒരു പഠിക്കുന്ന വാസ്തവത്തിൽ. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ടിൻ്റെ സിഇഒയും MD-യുമായ ശ്രീ ഷിജോ കെ തോമസുമായി ഫിനാൻഷ്യൽ ഗൈഡ് നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് പുറത്തുവിടുന്നത്. വ്യവസായ വാണിജ്യ രംഗത്തെ നികുതി സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ച GSTയെക്കുറിച്ചും പല കോണുകളിൽ നിന്നും വിമർശന ശരങ്ങൾ ഏൽക്കേണ്ടി വന്ന നോട്ട് നിരോധനത്തെക്കുറിച്ചും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും തൻ്റെ അഭിപ്രായങ്ങൾ ഫിനാൻഷ്യൽ ഗൈഡിനോട് തുറന്നു പറയുകയാണ് ഇന്ന് 1000 കോടിയുടെ വിറ്റുവരവുള്ള ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ടിൻ്റെ CEO ശ്രീ ഷിജോ കെ തോമസ്. ഒപ്പം 1/4 നൂറ്റാണ്ട് മുമ്പ് കേവലം 75 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച് ഇന്ന് 5 ലക്ഷം സ്ക്വയർ ഫീറ്റിലേക്ക് ഷോറൂം സ്പേസ് വർദ്ധിപ്പിച്ച ഓക്സിജൻ ഗ്രൂപ്പിൽ നിന്നും ഉടൻ പുറത്തു വരാനിരിക്കുന്ന പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം ആദ്യമായി വെളിപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്സിജൻ CEO ഷിജോ കെ തോമസുമായി 2 മണിക്കൂറോളം സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത് അദ്ദേഹം വിപണി അറിഞ്ഞും കസ്റ്റമറുടെ മനസ്സറിഞ്ഞും ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള, അത് തുറന്നു പറയാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കലാലയ രാഷ്ട്രീയവും സ്കൂളിലെ കരിക്കുലം പരിഷ്കരണത്തിന്റെ ആവശ്യകതയും മുതൽ GSTയും നോട്ട് നിരോധനവും മേക്ക് ഇൻ ഇന്ത്യയും ഡിജിറ്റൽ ഇടപാടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വരെ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളിലും ഗ്യാലറിക്ക് വേണ്ടി കളിക്കാതെ തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകുന്നതും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തനിക്ക് ഇന്നെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സ്വായത്തമാക്കിയതാണെന്ന് ഷിജോ കെ തോമസ് തുറന്നു പറയുന്നു. ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ശരിക്കും ഇന്ന് ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയത് അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നുമാണ്. ഒന്ന്, നമ്മൾ ഫിയർലെസ് ആയിട്ടിരിക്കുക, നിർഭയത്വം എന്നുള്ളത് അവിടെ നിന്ന് മാത്രമേ. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു പേടിയുണ്ട്. ഈ ഫിയർ ഫാക്ടറാണ് പലതിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത, ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാകും, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റാത്ത ഫിയർ ഫാക്ടർ ഉണ്ട്. അപ്പം എനിക്ക് നിർഭയത്വം എന്നുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സമയത്ത് നമുക്ക് കിട്ടിയൊരു ഇതാണ് ആ ഒരു നിർഭയത്വം എന്നുള്ള. പിന്നെ ആളുകളുമായി ഡീൽ ചെയ്യാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ്, മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ 100 കണക്കിന് കുട്ടികളുമായി ഡീൽ ചെയ്യുന്നവർ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉൾക്കൊണ്ടു പോകാനുള്ളൊരു മനസ്സ് എല്ലാ തരം ആളുകളും അവിടെ ഉണ്ടല്ലോ. അവിടെ വിവിധ വീടുകളിൽ നിന്ന് വന്ന വിവിധ സംസ്കാരത്തിലുള്ള വിവിധ ചിന്താധാരകളുള്ള ആളുകളാണുള്ളത്. അപ്പോൾ നമ്മളൊരു കൂട്ടത്തെ ഒരുമിച്ചാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്ലൂസീവായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻക്ലൂസീവ്നെസ് ഒക്കെ അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും കിട്ടിയത്. അപ്പോൾ അതൊക്കെ പിന്നീട് ബിസിനസ്സിൽ വന്നപ്പോൾ ഒത്തിരി ഗുണമായി മാറിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളൊരു കോളേജിൽ പോയി ഒരു IIM പോയിട്ട് പഠിച്ചു കഴിഞ്ഞാലും കിട്ടണം എന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് അതിര് കടന്ന് വയലൻസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകാതെ കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാനായിട്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ആ രീതിയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ഷോറൂം നടത്തുന്ന സംരംഭകരിൽ ഓക്സിജനാണ് ആദ്യമായി സ്വന്തം ബ്രാൻഡിൽ ഒരു സ്മാർട്ട് ടെലിവിഷൻ വികസിപ്പിച്ചത്. ഓക്സിവ്യൂ എന്ന പേരിൽ 2022 പുറത്തിറക്കിയ സ്മാർട്ട് ടിവിക്ക് ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് TV അന്വേഷിക്കുന്ന സാധാരണക്കാർക്കിടയിൽ വലിയ ഡിമാൻഡുണ്ടെന്ന് ഓക്സിജൻ CEO പറഞ്ഞു. ഉടൻ തന്നെ O2 എന്ന ബ്രാൻഡ് നെയിമിൽ മൊബൈൽ ആക്സസറീസിന്റെ പ്രൊഡക്ഷനും അടുത്ത വർഷത്തോടെ സോഫ്റ്റ്വെയർ നിർമ്മാണവും ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹോട്ടലൊക്കെ നമ്മുടെ TV അവിടെ കാണാം റൂമിലൊക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുക അങ്ങനെ. അപ്പോൾ ഇതുവരെ ഒരു കംപ്ലയിൻസ് വളരെ കുറവാണ്. നമ്മൾ ആ ക്വാളിറ്റിയിൽ അത്രയും ആ കമ്പൗണ്ട്സിനകത്ത് അത്രയും ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അഫോർഡബിളുമാണ്. പക്ഷേ നമ്മളതായിരുന്നില്ല. പക്ഷേ അപ്പോൾ ഈ പ്രൈവറ്റ് ലേബൽ ബിസിനസ് ഇന്ന് റീറ്റെയിലിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഇപ്പം പ്രധാനപ്പെട്ട റീറ്റെയിലേഴ്സ് എല്ലാം ഇപ്പം ഞങ്ങളുടെ മേഖലയിൽ നിന്നല്ല, സൂപ്പർ മാർക്കറ്റുകളായാലും
ലുലു അടക്കമുള്ള അവരെല്ലാം പ്രൈവറ്റ് ലേബൽസ് ഉണ്ട്. അപ്പം പ്രൈവറ്റ് ലേബലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി മെഷേഴ്സ് വെച്ചിട്ട് നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കാൻ പറ്റും. അവിടെ ഈ ഇടനിലക്കാരുടെ കോസ്റ്റുകളെല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്നു. മാർക്കറ്റിംഗ് കോസ്റ്റ് വലിയൊരു കോസ്റ്റ്, ഇന്ത്യ മുഴുവൻ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വലിയ ഭീമമായ കോസ്റ്റ് ഉണ്ട്. അതെല്ലാം ആക്ച്വലി പ്രൈസിൽ വരുന്നുണ്ടല്ലോ, അതെല്ലാം കുറച്ച്. അത് പ്രൈവറ്റ് ലേബൽ ഞങ്ങൾ പുതിയ കുറേ പ്രോഡക്റ്റുകൾ പ്രൈവറ്റ് ലേബൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മൊബൈൽ ആക്സസറീസ് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു പ്ലാനിലാണ് ഇപ്പം പ്രൈവറ്റ് ലേബലിൽ O2 എന്നുള്ള പേരിൽ, O2 ഗാഡ്ജറ്റ്സ് എന്നുള്ള പേരിൽ ഇറക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. TV ബ്രാൻഡ് 1 ഇയർ കഴിഞ്ഞതേ ഉള്ളൂ. നല്ല ഡിമാൻഡ് വരുന്നുണ്ട് ഷോറൂമിൽ, നമ്മുടെ ഷോറൂമുകളിൽ നല്ല ഡിമാൻഡുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി പലപ്പോഴും സ്റ്റോക്ക് ഇല്ലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. മറ്റ് ഷോറൂമുകളിൽ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ടോ അതോ നമ്മുടെ ഷോറൂമുകളിൽ മാത്രമേ? നമ്മുടെ ഷോറൂം വഴി മാത്രമേ. എവിടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചർ? ഡൽഹിയിലാണ് നടക്കുന്നത്. അതുപോലെ ഇപ്പം പറഞ്ഞു നമ്മുടെ മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ കേട്ടു സോഫ്റ്റ്വെയർ ഫേം തുടങ്ങാൻ ആലോചനയുണ്ടെന്ന് പറഞ്ഞു. അത് ആലോചന എവിടെ വരെയായി? ആലോചന ഞങ്ങൾ അതിൻ്റെ ഒരു ഞങ്ങളുടെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സോഫ്റ്റ്വെയർസ് പലപ്പോഴും പല രംഗത്തേക്കും വേണ്ടി വരാറുണ്ട്, പല ഡിവിഷനിലേക്കും. ഇപ്പോൾ കോൾ സെൻറ്ററിന് സോഫ്റ്റ്വെയർ ആവശ്യം വരും, CRM ആവശ്യം വരുന്നു, അങ്ങനെ പല ഓരോ ഹ്യൂമൻ റിസോഴ്സ് HR മാനേജ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി തന്നെ ആലോചന വന്ന സമയത്താണ് അങ്ങനെ ആലോചിച്ചത്. എന്തുകൊണ്ടിത് നമുക്കൊരു ഇൻഹൗസ് ടീമിനെ ഉണ്ടാക്കി നമുക്ക് പുറത്ത് ഇതിനാവശ്യക്കാരനെ അങ്ങനെ കൊടുത്തുകൂടാന്നൊരു ചിന്ത. ഒരു ബിസിനസ് ഹൗസിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകളാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നു, നോട്ട് ഫൈനലൈസ്. അത് ഈ വർഷം ഉണ്ടാവുമോ അതോ അടുത്ത വർഷമൊക്കെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താലായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സ്പെർട്ട് ടീം ഉണ്ടാകണം. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സാണല്ലോ. അപ്പം അതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ടീമിനെ കിട്ടിയാൽ ഡെഫിനറ്റ്ലി തുടങ്ങാനുള്ള പ്ലാനില്ല. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും ഓക്സിജൻ കെയർ എന്ന പേരിൽ സർവീസ് സെന്റർ തുറക്കുക വഴി കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആകാനും ഓക്സിജന് കഴിഞ്ഞു. അതേപറ്റി ഷിജോ പറയുന്നത് ഇങ്ങനെ: ഓക്സിജൻ കെയർ എന്നുള്ള പേരിൽ സർവീസ് സെന്ററിന്റെ ഒരു സ്പേസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. കാരണം അത് ആക്ച്വലി നമുക്ക് റിട്ടേൺ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് അതിന് മാൻ പവർ വെക്കണം, സ്പേസ് വെക്കണം. അപ്പം കാരണം ഈ പ്രോഡക്റ്റ് ഈ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതെടുത്തതിന് ശേഷമാണ് ശരിക്കും ഒരു ഡീലറുടെ ആവശ്യം ഒരു കൺസ്യൂമറെ സംബന്ധിച്ച്. എടുക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു, പക്ഷേ അതിന് ശേഷമാണ് പലപ്പോഴും, പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ആളുകൾക്ക് ലാപ്ടോപ്പിനെ കുറിച്ചൊന്നും ധാരണയില്ലായിരുന്നു. അപ്പം ഒരു ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേഷന് പോലും നമ്മുടെ ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പോൾ ഇന്ന് കുറച്ചുകൂടെ കുട്ടികൾക്കെല്ലാം തനിയെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുന്നോട്ടൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഓക്സിജൻ കെയർ തുടങ്ങിയത്. വരും കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ നമ്മുടെ സാധാരണ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമെന്ന് വ്യക്തമാക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് ഷോറൂമിൽ സ്മാർട്ട് ഹോം മിനിയേച്ചർ സ്ഥാപിച്ച് ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തിയ ഓക്സിജൻ ഗ്രൂപ്പിന്റെ CEO. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. നമ്മൾ ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ AI, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് ഇതൊക്കെയാണല്ലോ ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ വരുന്ന ടെക്നോളജിയിൽ. അപ്പം AI ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ആ ഒരു എക്കോസിസ്റ്റമാണ്. പക്ഷെ നമ്മളത് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളെ തമ്മിൽ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറും വേറൊരു ഹാർഡ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ആ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജും TVയും അല്ലെങ്കിൽ അവിടെ എൻ്റയർ കാര്യങ്ങൾ തമ്മിലൊരു കണക്ടിവിറ്റി ഉണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി. നമുക്ക് സെൻസേഴ്സ് ഉണ്ട്. അപ്പം ആളുകളിത് വീടുകളിൽ എന്തായാലും ഫ്യൂച്ചറിൽ ഒരു വീട്ടിലെ എൻ്റയർ ഉപകരണങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് നമ്മുടെ എല്ലാ ഉപകരണങ്ങളും ചലിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഓഫീസിൽ ഇരുന്നുകൊണ്ട് AC ഓണാക്കുന്നു. അപ്പോൾ എല്ലാവരും ഓൾറെഡി അതിൻ്റെ എല്ലാം നമ്മൾ കാണുന്നതാണ് വിഷ്വൽസ്. അപ്പം AI ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇപ്പോൾ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന AI വീട്ടില് മെയിൻ ഡോർ ആക്സസ് എല്ലാം ചെയ്യുന്നതാണ് ലോക്ക്. അതൊരു വീടാണെങ്കിൽ ഇതൊരു മെയിൻ ഡോറാണ്. ആ മെയിൻ ലോക്കില് സാധാരണ പോലെ നമുക്ക് തുറന്നു കയറാം. പക്ഷേ ഇതൊരു സ്മാർട്ട് ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പല വിധത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ് വഴി പറ്റും, പാസ്വേഡ് വഴി പറ്റും, സ്മാർട്ട് കാർഡ് വഴി പറ്റും, ഇൻക്ലൂഡിങ് മാനുവൽ കീയും പറ്റും. ഇതുപോലെ ഇപ്പം നമ്മൾ വീടിനകത്ത് കയറി വീടിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സ്, ഉദാഹരണം പറഞ്ഞാൽ കർട്ടൻസ്, ലൈറ്റ്, AC ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതുപോലെ എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ കമാൻഡ്സ് വഴി ഓപ്പറേറ്റ് ചെയ്യാം, സോഫ്റ്റ്വെയർ വഴി ഓപ്പറേറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് മാനുവലി നോർമൽ ഒരു സ്വിച്ചസ്, നമ്മൾ മാനുവൽ സ്വിച്ചസ് നമ്മുടെ വീടുകളിലുണ്ടല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത ടച്ചാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ടച്ചാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടും ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ലെന്ന് തുറന്നു പറയുകയാണ് ഷിജോ കെ തോമസ്. പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ടെക്നോളജിയും സോഫ്റ്റ്വെയറും സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രൊഫഷണൽസ് ജോലി തേടി ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണമെന്നും അദ്ദേഹം പറയുന്നു. സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചിട്ട്
പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സോഫ്റ്റ്വെയറുകളും ടെക്നോളജിയും വേണം പഠിപ്പിക്കാനായിട്ട്. ചരിത്രം പഠിക്കണം കേട്ടോ, ഞാൻ ചരിത്രത്തിന് എതിരല്ല, ചരിത്രം അറിഞ്ഞിരിക്കുന്ന ചരിത്രബോധമൊക്കെ വേണം. പക്ഷേ ഇന്നിൻ്റെ കാര്യം നമ്മുടെ കരിക്കുലത്തിൽ പലപ്പോഴും ഇല്ല. നമ്മുടെ കരിക്കുലമൊക്കെ അപ്പം അത് നമ്മുടെ അധികാരികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കരിക്കുലം ചേഞ്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രി റെഡി എഡ്യൂക്കേഷൻ അല്ല പലപ്പോഴും ഇവിടെ കൊടുക്കുന്നത്. ഇൻഡസ്ട്രി റെഡി അല്ല പിള്ളേർ. ഇറങ്ങിയതിന് ശേഷം ഒരു ഇൻഡസ്ട്രി പോയിട്ട് വേണോ എന്തെങ്കിലും ഒരു പഠിക്കുന്ന വാസ്തവത്തിൽ. അപ്പം നമുക്കിവിടെ വരുന്ന ഇൻ്റർവ്യൂ ചെയ്ത ആളുകളെ എടുക്കും മനസ്സിലാണ് തിയറട്ടിക്കലി കിട്ടിയ നോഹോ ഇന്നിൻ്റെതല്ല, ഇന്നലകളുടെ വിവരശേഖരണമായിട്ടാണ് വരുന്നത്. അപ്പം ഇന്നിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ട് കൊടുത്തുകൂടാന്നുള്ളത് ഞങ്ങളെപ്പോഴും അത് ആലോചിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സിലബസിലാക്കിക്കൂടാ? സിലബസൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണ്ടേ അല്ലേ? തീർച്ചയായും. അല്ല, നമ്മൾ ഇന്ത്യ ഇപ്പം ലോകത്തിൻ്റെ മാൻ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 2027 ലോകത്തിലെ ടോട്ടൽ വർക്കിംഗ് പോപ്പുലേഷൻ്റെ 23% ഇന്ത്യയിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത്, ടോട്ടൽ വർക്കിംഗ് പോപ്പുലേഷൻ്റെ. പക്ഷേ ആ ഇന്ത്യയിൽ നിന്ന് അത്രയും ശതമാനം ജനസംഖ്യയുടെ ഒരു ശക്തി കൊണ്ടാണ്. പക്ഷേ അവരുടെ ക്വാളിറ്റി എന്താണ്, അവർ എന്ത് നോളജ് ഉള്ളവരാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഈ സിലബസുകളൊക്കെ പരിഷ്കരിച്ചാലായിരിക്കും ഡെഫിനറ്റ്ലി നമുക്കൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ഇറക്കാൻ പറ്റുള്ളൂ, ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള. പരിഷ്കരണം വേണം എന്ന് തന്നെയാണ്. 100% വേണം, 100%. കാരണം അത് നമ്മൾ ഒത്തിരി കാലഹരണപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റൊബോട്ടിക്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള നാനോ ടെക്നോളജിയൊക്കെ നമ്മളിനി നോർമൽ, അതായത് ഇപ്പം മലപ്പുറത്ത് തന്നെ ഒരു സ്വകാര്യ സംരംഭകൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ ജില്ലാ പഞ്ചായത്ത് 1,00,000 കുട്ടികളെ കോഡിങ് പഠിപ്പിക്കുകയാണ് മലപ്പുറത്ത്. 1,00,000 കുട്ടികളെ, അത് സ്കൂൾ കുട്ടികളാണ് കോഡിങ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മെഷീൻ ലേണിംഗ് ഒക്കെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അത്ര ഇൻ്റലിജൻ്റ് ആണ് പുതിയ കുട്ടികൾ. അവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവർ സ്വായത്തമാക്കും. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ സിലബസിൽ ഇതൊന്നും. കേരളത്തിൽ നിന്നും മുൻകാലങ്ങളിൽ വിദ്യാർത്ഥികൾ രാജ്യം വിട്ടിരുന്നത് ഇവിടെ സിലബസിലില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനായിരുന്നെങ്കിൽ ഇന്ന് പാർട്ട് ടൈം ജോലി തേടിയാണ് വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നത്. അതിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. വാസ്തവത്തിൽ പണ്ട് കാലത്ത് പുറത്തേക്ക് പോയിരുന്നത് ഇവിടെ ഇല്ലാത്ത സിലബസ് പഠിക്കാനായിട്ടായിരുന്നു. ഇന്ന് പുറത്തേക്ക് പോകുന്നത് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടാണ്, അല്ലാതെ പഠിക്കാൻ പോകുന്നത്. ഇവിടുത്തേക്കാൾ മോശം സിലബസാണ് അവിടെ വാസ്തവത്തിൽ പലപ്പോഴും കാനഡയിലൊക്കെ പല രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ 50,000 കുട്ടികൾ പോകുന്നു എന്ന് പറയുന്നു ഒരു വർഷം. അത് 1,00,000 കുട്ടികളായിട്ട് മാറും എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പ്രഡിക്ഷൻ. 1,00,000 പേര് ഒരു വർഷം ഇവിടുന്ന് പോകുമ്പോൾ ഒരു ആവറേജ് ഒരു 10,00,000 രൂപ ഫീസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ പോലും എത്ര കോടിയായി? 10,000 കോടിയോളം രൂപ കേരളത്തിൻ്റെ എക്കണോമിയിൽ നിന്നും ഒരു വർഷം കൊണ്ടുപോകുന്നു. തിരിച്ചിത് കൊണ്ടുവരുന്നില്ല. കാരണം അവരവിടെ തന്നെ PR എടുത്ത് താമസമാക്കുന്നു. അപ്പം നമുക്ക് സോഷ്യലിയും എക്കണോമിക്കലിയും വലിയ ഇമ്പാക്റ്റാണ് ഇതുള്ളത്. ഇത് നമ്മൾ ഒത്തിരി മീഡിയകൾ ചർച്ച ചെയ്തെങ്കിലും ഇതിനൊരു ശരിക്കും ഇത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോകുന്നത്. കാരണം കുട്ടികൾ അവർക്ക് ഇവിടെ രക്ഷയില്ലെന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് അവർ പോകുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തിളങ്ങുകയാണ്. റോഡ് നെറ്റ്വർക്ക് വികസനവും വ്യോമഗതാഗത രംഗത്തെ വളർച്ചയും ഹോട്ടൽ ഒക്യുപ്പൻസിയിലെ വർധനവും വൈദ്യുതോൽപാദനത്തിലെ മുന്നേറ്റവും ഉൾപ്പെടെയുള്ള സൂചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഷിജോ കെ തോമസ് വ്യക്തമാക്കുന്നു. ഇന്ത്യ ഇന്ന് അവസരങ്ങളുടെ നെടുന്തൂണാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്ന്, ഇന്ത്യ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ എടുത്താൽ ലോകത്തിലെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, എല്ലാ ആംഗിളിലും കേട്ടോ. അത് ഇപ്പം നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 2027 നമ്മൾ 4ാം സ്ഥാനത്തെത്തും, ജർമ്മനിയെ പരാജയപ്പെടുത്തും. 5 ബ്രിട്ടനെ പിന്തള്ളി, നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടനെ പിന്തള്ളിയിട്ടാണ്. 2030 നമ്മൾ 3-ൽ എത്തും. ചൈന, അമേരിക്ക ആൻഡ് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 2, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ വികസന സൂചിക അടിസ്ഥാന സൗകര്യങ്ങളാണല്ലോ എല്ലാവരും നോക്കുന്നത്. റോഡ്, ലോകത്തിലെ 2nd ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഹൈവേ ആണ് ലോകത്തിലെ 2nd ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ വേൾഡിലെ 3rd ലാർജസ്റ്റ് ആണ് ഇന്ത്യ. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് ആളുകൾ ഇത് അറിയുന്നില്ല പലപ്പോഴും. നമ്മളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. അടിസ്ഥാന സൗകര്യം, ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ 3rd ലാർജസ്റ്റ് ആവും 2027 എന്നുള്ളതാണ് പ്രൊഡക്ഷൻ. ഏറ്റവും കൂടുതൽ ഏവിയേഷൻ ട്രാഫിക്കുള്ള ലോകത്തെ 3ാമത്തെ രാഷ്ട്രമായി മാറുകയാണ് ഇന്ത്യ, മാറാൻ പോവുകയാണ്. നിലവിൽ നമ്മളതുപോലെ അത് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇനി ഒരു രാജ്യത്തിൻ്റെ GDP ഒക്കെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ, അത് ഉപഭോഗം എന്ത് നടക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ ഹോട്ടലുകൾ ഇന്ത്യയിലെ ആവറേജ് കണക്കിൽ 76% ഹോട്ടൽ ഒക്യുപ്പൻസി ഇന്ത്യയിലുണ്ട്. റൂംസ്, ഇന്ത്യയിലെ ടോട്ടൽ റൂംസിലെ 76% റൂംസും ഒക്യുപ്പൈഡ് ആണ്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ഇത് ഈ 2 ഡിക്കേഡിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ്.
ഫ്ലൈറ്റ്സ് നമ്മൾ നോക്കിയാൽ എയർക്രാഫ്റ്റിൻ്റെ ഒക്യുപ്പൻസി 92% ആണ് ഇന്ത്യ. എയർപോർട്ടുകളുടെ എണ്ണത്തിലും ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുമാർ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വിമാനത്തിൻ്റെ പർച്ചേസ് ഓർഡർ ഇന്ത്യയിൽ നിന്നാണ്. 905 ഫ്ലൈറ്റ്സ് സിംഗിൾ POയിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പർച്ചേസ് ഓർഡറാണ്. അപ്പോൾ അങ്ങനെ സമസ്ത മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ്. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഇപ്പോഴാണ് നടത്തേണ്ടത്. അത് പണ്ട് നടത്തിയിരുന്നത് സമയത്ത് ഇന്ത്യ ഷൈനിങ് അത്ര ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഇന്ന് അത് ഓർഗാനിക്കായിട്ട് വന്നതാണ്. 2004 ഇന്ത്യ ഷൈനിങ്. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് പില്ലർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് അവസരങ്ങളുടെ പില്ലറാണ് ഇന്ത്യ. കേരളത്തെക്കുറിച്ച്, സ്വന്തം നാടിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ബ്രാൻഡിംഗ് ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന നിശിതമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. നെഗറ്റീവ് ബ്രാൻഡിങ് പലപ്പോഴും അത് മീഡിയകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. സ്വന്തം നാടിനെക്കുറിച്ച് നെഗറ്റീവായ ന്യൂസുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് സെൻസേഷന് വേണ്ടിയിട്ട് കൊടുത്ത് നമ്മുടെ നാടിനെ ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ആക്കി നമ്മുടെ മീഡിയകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മീഡിയയിലൂടെ ആണല്ലോ ആളുകൾ അറിയുന്നത്. നേരത്തെ അഭിലാഷ് ചോദിച്ചത് എങ്ങനെയാണ്? പ്രധാന പങ്ക് മീഡിയയ്ക്ക് തന്നെയാണ്. മീഡിയയുടെ ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് നെഗറ്റീവ് ബ്രാൻഡിങ് അതിനകത്ത് കാരണം ചെറിയൊരു പ്രശ്നത്തെ പർവ്വതീകരിക്കുകയാണ് നമ്മൾ പലപ്പോഴും. ഇപ്പുറത്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തിൽ വ്യവസായങ്ങൾ വരണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് വ്യവസായ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേരള സർക്കാർ ചെയ്യുന്നുണ്ടെന്നും ഓക്സിജൻ CEO പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി മാറാൻ പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കേരള ഗവൺമെന്റ് ആണെങ്കിലും ഇൻഡസ്ട്രികൾ ഇവിടെ വരണമെന്ന് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പം പോകുന്നത്. എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. വന്നാൽ പക്ഷെ ആളുകളുടെ ഒരു മൈൻഡ് ബ്ലോക്കാണ് ഇവിടെ നടക്കില്ല. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ അങ്ങനെ മാറാനുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയെന്ന് ഞാനും കരുതുന്നില്ല. കുറേ മാറ്റങ്ങൾ വരാനുണ്ട് നമുക്ക്. പക്ഷെ പഴയതിൽ നിന്ന് നമ്മൾ ഒത്തിരി മാറിക്കഴിഞ്ഞു, ഒത്തിരി പോസിറ്റീവായി കഴിഞ്ഞു. രാജ്യം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളൊന്നായിട്ട് മാറാൻ പോകുന്നു. നമ്മൾ കേരളത്തിൻ്റെ ഒരു ഗ്രാഫും ഉയരും. കാരണം ഇവിടെ ആളുകളും കൂടെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ മാറ്റം വരും. കേരളം വിട്ടാൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ആളുകൾക്ക് ഒരു സംരംഭക മനസ്സുണ്ടെന്നും ഇവിടെ സംരംഭകരെ പലരും കാണുന്നത് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അയാൾ സംരംഭം തുടങ്ങി എന്ന മട്ടിലാണെന്നും എന്നാൽ പുതിയ തലമുറ ആ ചിന്താഗതിക്കാരല്ലെന്നും ഓക്സിജൻ CEO പറഞ്ഞു. നോർത്ത് ഇന്ത്യയിലെ ആളുകൾ നമുക്ക് കാണുന്ന ഒരു ഗുണം, നോർത്ത് ഇന്ത്യയിൽ കേരളം വിട്ടാൽ പൊതുവെ കാണുന്ന അവർക്കൊരു സംരംഭക മനസ്സുണ്ട്. ആ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ചർച്ചയിലില്ല. ഇപ്പോൾ ഇവിടെ ഒരാൾ സംരംഭകനാകുന്ന സമയത്ത് വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ കുറേ മാറ്റങ്ങൾ വന്നു. പുതിയ ജനറേഷൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. പുതിയ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നൊക്കെ ഒരു കൾച്ചർ നമ്മുടെ കുട്ടികൾക്കിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന, സംരംഭക മനസ്സുണ്ടാക്കുന്ന ഒരു പ്രാക്ടീസും എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഞാൻ പറഞ്ഞ അതും ഒരു കരിക്കുലമാക്കേണ്ടതാണ്. എന്തായിരിക്കണം ഒരു സംരംഭകൻ്റെ മനസ്സെന്തായിരിക്കും, സംരംഭകത്വം എന്താണ്? അപ്പോൾ ഈ സംരംഭക മനസ്സ് നമുക്കില്ല. സംരംഭകരുള്ള സമീപനത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താറുണ്ട്. സംരംഭകർ തന്നെ സംരംഭകരായി മാറാനായിട്ട് അവരെ റെഡിയാക്കുന്ന പ്രോസസ്സുകൾ ഇവിടെ ഇല്ല. അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിൽ അത് ഓൾറെഡി ഉണ്ട്. ഈവൻ തമിഴ്നാട് ആ കാര്യത്തിൽ നല്ല എക്സാമ്പിളാണ്. നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. അവർക്കൊരു സംരംഭങ്ങളോടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട്, സംരംഭകത്വം എന്ന് പറയുന്ന ആ ടാലൻ്റ് ഉണ്ടല്ലോ, ഒരു ടാലൻ്റാണല്ലോ, അത് വളർത്താനായിട്ട് ആ സമൂഹം മൊത്തത്തിൽ അതിന് സഹായകരമായി വരുന്നുണ്ട്. അപ്പം ഒരു സംരംഭം വളരുമ്പോൾ വലിയ കയ്യടിയാണ് അവിടെ കിട്ടുന്നത്. കേരളത്തിൽ സംരംഭകരെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഷിജോ കെ തോമസ് പരാമർശിച്ചു. കഥകളായിരിക്കും അതിന്റെ ഭാഗമായിട്ട് കേൾക്കുന്നത് അല്ലേ? അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ആളുകൾ മെനയുന്ന കഥകളായിരിക്കും. അതെന്തെങ്കിലും ബിനാമിയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇത് കള്ളപ്പണമാണ്, അങ്ങനത്തെ കഥകളൊക്കെയാണ്. പക്ഷെ അവിടെ അതല്ല. അവിടെ എഫേർട്ടിനെ വല്ലാതെ മാനിക്കപ്പെടുന്നു. അങ്ങനെ ഇപ്പം എന്നെ തന്നെ ഇപ്പം അഭിലാഷിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഒരു സംരംഭകനായതുകൊണ്ടാണല്ലോ ഇപ്പം എന്നെ തീർച്ചയായിട്ടും ഈസ്റ്റർ അനുബന്ധിച്ച്. അപ്പോൾ ഒരു സംരംഭകനോടുള്ള സംരംഭകത്വത്തോടുള്ള ഒരു റെസ്പെക്റ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല വ്യക്തികൾ തമ്മിലുള്ള അതിനേക്കാൾ ഉപരി ഒരു സംരംഭം അത് ഇപ്പം മാറി വരുന്നുണ്ട് ഒത്തിരി. പക്ഷേ അവിടെയാണ് നോർത്ത് ഇന്ത്യയിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡിസ്കഷൻസിനകത്ത് എപ്പോഴും ഇതൊരു പോയിൻ്റാണ്. എന്തൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിലുണ്ട്, അതിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, എങ്ങനെയാണ് ഒരു നല്ല ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെ ഒരു സേവനം പുതിയത് ഇറക്കാൻ പറ്റും മാർക്കറ്റിൽ. ഇതൊരു ഡിസ്കഷൻ പോയിൻ്റാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലബ്ബുകളിലും നമ്മുടെ കൂട്ടായ്മകളിലും നമ്മൾ മറ്റു പരദൂഷണങ്ങൾ പറഞ്ഞ് രസിക്കുമ്പോൾ അവിടെ അവർ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റും, ഒരു സംരംഭകനാകുമ്പോൾ സംരംഭകൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ചകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത് ഈ യാത്രകൾക്കിടയിൽ.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സംരംഭകർക്കിടയിൽ അനാരോഗ്യകരമായ മത്സരമുണ്ടെന്ന സ്വയം വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി എന്നുള്ള ഇവിടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ കേരളത്തിലുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സംരംഭകർ തമ്മിലുള്ളൊരു അൺഹെൽത്തി കോമ്പറ്റീഷനുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. മത്സരം ഉണ്ടാവും, മാർക്കറ്റിങ്ങിൽ അവർ മത്സരിക്കും, പക്ഷെ ആത്യന്തികമായിട്ട് ആ ബിസിനസ് ചെയ്യുന്നവർ തമ്മിലൊരു ധാരണയുണ്ടാവും. അൺഹെൽത്തി അല്ല. അപ്പം ഒരാൾ നന്നാകുന്നത് കാണാൻ പാടില്ല. അങ്ങനത്തെ നല്ല ഒരാൾ നന്നായാലും അതിന് കൈയടിക്കാനുള്ളൊരു മനസ്സും നമ്മൾ വലിപ്പമൊക്കെ അവർ കാണിക്കും. നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് എത്താനായിട്ടുണ്ട്. പറയും എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോടൊക്കെ ഞാൻ എല്ലാവരും സുഹൃത്തുക്കളായിട്ടാണ് എൻ്റെ സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. എൻ്റെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾ. അപ്പം ഇത് കോമ്പറ്റീഷൻ്റെ കാലഘട്ടമല്ല, കൊളാബറേഷൻ്റെ കാലഘട്ടമാണെന്നാണ് എൻ്റെ വിലയിരുത്തുന്നത്. ഒരേ ബിസിനസ് ചെയ്യുന്നവർ സഹകരിച്ച് മറ്റൊരു ബിസിനസ് ചെയ്താൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതീക്ഷകൾ പങ്കുവച്ചു. ഇത്തരത്തിൽ ഒരേ ബിസിനസ് ചെയ്യുന്നവർക്കിടയിലെ കിടമത്സരത്തെ എങ്ങനെ മറ്റൊരു ബിസിനസിനുള്ള സഹകരണമാക്കി മാറ്റാമെന്ന ചിന്തയിൽ നിന്നും ഉടലെടുത്തതാണ് കൊച്ചി ആസ്ഥാനമായ ഇടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം. പ്രമുഖ മൊബൈൽ ഫോൺ ബ്രാൻഡുകളുടെ ഓൾ കേരള ഡീലർഷിപ്പാണ് ഈ കമ്പനി ചെയ്യുന്ന ബിസിനസ്. അതേക്കുറിച്ച് ഈ കമ്പനിയുടെ 8 ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയായ ഷിജോ കെ തോമസ് പറയുന്നത് ഇങ്ങനെ. മേഖല ബിസിനസ് ചെയ്യുന്ന മറ്റൊരു ബ്രാൻഡിന്റെ ഉടമസ്ഥനും കൂടെ ചേർന്ന് എന്തുകൊണ്ട് വേറെ ബിസിനസ് ആലോചിച്ചുകൂടാ, കൊളാബറേറ്റ് ചെയ്ത് രണ്ടുപേരുടെയും അറിവിനെ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊരു വലിയ അറിവാവുമല്ലോ അല്ലേ. ഞാൻ പഠിച്ചതും അദ്ദേഹം പഠിച്ചതോടെ ചേർന്ന് ഈ ബിസിനസ് വേണ്ട വേറെ ബിസിനസ് ഞങ്ങൾക്ക് തുടങ്ങാം. അപ്പം അങ്ങനെയൊക്കെയാണ് പുറത്തൊക്കെ ഉള്ളവർ ചെയ്യുന്നത്. അവർ ബിസിനസ്സുകാർ തമ്മിൽ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ തന്നെ ചേർന്ന കൺസോർഷ്യങ്ങളുണ്ട്, അവരൊരുമിച്ച് വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു 8 ഈ സിമിലർ ബിസിനസ് ചെയ്യുന്ന 8 പ്രധാന ബിസിനസ് ഇതിനകത്തുള്ള 8 പേര് ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കി. ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെ കോമ്പറ്റീഷനെ കൊളാബറേഷൻ ആക്കാമെന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ ആ കമ്പനി കൊച്ചി ആസ്ഥാനമായിട്ടാണ്. ഇപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. ചില ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നോട്ട് ഞങ്ങൾ മാനുഫാക്ചറിങ്ങിലേക്കും മറ്റ് ഓൺ പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യാനും അങ്ങനെ പല പ്ലാനുകൾ, നല്ല ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ കമ്പനി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ 8 പേർക്കും കൂടെ ചേർന്ന് വർക്കിംഗ് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ 10 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ 8 പേരൂടെ കൊണ്ടുവന്നാൽ മതി. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഈ 10 കോടി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഓർക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് നോക്കണം. അയ്യോ അതങ്ങനെ പരാജയപ്പെട്ടല്ല എന്നാണ്. അപ്പോൾ 8 പേരൂടെ ആകുമ്പോൾ അത് റിസ്കുകൾ ഡിവൈഡ് ചെയ്യപ്പെടും. 8 പേരുടെ ആശയങ്ങൾ വരും. 8 പേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ്. അത്രയും പേരുടെ എക്സ്പെർട്ടൈസ് അവിടെ പൂൾ ചെയ്യപ്പെടുന്നു. അപ്പം പിന്നെ അതിനൊരു രസമുണ്ട്. ഇടയ്ക്കൊന്ന് കൂടുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഞങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ. അത് അസോസിയേഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പം അങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുറച്ചും കൂടെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കി പരസ്പര ബഹുമാനത്തോടെ ഇൻഡസ്ട്രി പോയാൽ, എല്ലാ ഇൻഡസ്ട്രിയും പോയാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ട് ഓക്സിജന് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയ ഒരു ട്രെയിനിങ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചുകൂടാ എന്ന ചോദ്യത്തിന് ഓക്സിജൻ സിഇഒയുടെ മറുപടി ഇങ്ങനെ. നല്ല ചോദ്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഫാക്കൽറ്റികളെ നമുക്ക് കിട്ടണം. പിന്നെ ഇതിനൊരു സ്ട്രക്ചർ ആദ്യം ബിൽഡപ്പ് ചെയ്യണം. സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ കരിക്കുലം, മറ്റു കാര്യങ്ങൾ, പിന്നെ മാൻ പവർ എല്ലാം ആയി കഴിയുമ്പോൾ ഞങ്ങളൊരു 2 വർഷമായിട്ട് തന്നെ ഇത് ആലോചിക്കുന്നുണ്ട്. അപ്പം എന്ത് കോഴ്സ് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ടിപ്പിക്കലി ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള ഹാർഡ്വെയർ മാത്രം മതിയോ, അതേ കുറച്ചും കൂടെ എലാബറേറ്റഡ് ആയിട്ട് ഈ മെഷീൻ ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഫാക്കൽറ്റികൾ വേണം. അപ്പം ഇത് ലീഡ് ചെയ്യാൻ നല്ല ലീഡർഷിപ്പ്, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ലീഡർഷിപ്പ് വേണം. അപ്പം ഞങ്ങൾ നേരിട്ട് ട്രേഡ് ചെയ്യുന്നവർ പോയി എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ ഉറപ്പായിട്ടും ഓക്സിജൻ തുടങ്ങും. നമുക്ക് ആഗ്രഹമുള്ളൊരു മേഖലയാണ്. GST ഏർപ്പെടുത്തിയതും നോട്ട് നിരോധനവും നന്നായെന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങളും വ്യക്തമാക്കി. ബിസിനസ് തകർന്നതിന് കാരണം നോട്ട് നിരോധനവും GSTയുമാണെന്നാണ് ചിലർ പറയുന്നത്. അതൊക്കെ വെറും ന്യായീകരണം മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് പലർക്കും ഉള്ളത്. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരം മാത്രമാണ് ആ ഓക്സിജൻ്റെ കാഴ്ചപ്പാട്. നോട്ട് നിരോധനവും GST നന്നായെന്നാണ് ഞാൻ പറയുന്നത്. ആ 2 സ്റ്റെപ്പ്. കാരണം നോട്ട് നിരോധനം കൊണ്ട് യഥാർത്ഥത്തിൽ ടാക്സ് അടച്ച് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ കാണിച്ച് കൃത്യമായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. GST വന്നു, എല്ലാ പോയിന്റിലും GST കണക്ക് എല്ലാം ലിങ്ക്ഡ് ആണല്ലോ ഇപ്പം. അപ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇതുകൊണ്ട് ഇതിൻ്റെ പേരിലൊരു ബേർഡൻ അല്ല വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആകട്ടെ സിസ്റ്റം എന്നുള്ളതാണ് നമ്മുടെ അതിനകത്തുള്ള പക്ഷം.
ഇപ്പോൾ ട്രാൻസ്പെറൻസിക്ക് എന്തെങ്കിലും വിമുഖത ഉള്ളവർക്കല്ലേ അതിനെ സംബന്ധിച്ച്. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, കംപ്ലീറ്റ്ലി അക്കൗണ്ടഡ് ആണ്. സ്വാഭാവികമായിട്ടും GST വന്നു, അത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാറിയെന്ന് മാത്രം, വാറ്റിൽ നിന്നും വേറൊരു ഫോർമാറ്റിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരിൽ ബിസിനസ് തകരേണ്ട ആവശ്യമില്ല. പലരും ബിസിനസ് തകർന്നതിന് കാരണമായിട്ട് പറയുന്നത് നോട്ട് നിരോധനവും GST ആണ്. അതൊക്കെ ഒരു ന്യായീകരണമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഗൂഗിൾ പേ അടക്കം ഇന്ന് ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ 46% ഇന്ത്യയിലാണെന്നും ഇന്ത്യ ഡിജിറ്റലൈസ് ആയതുകൊണ്ടാണ് അത് സാധ്യമായതെന്നും ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഈ ഡിജിറ്റൽ രംഗത്ത്, അതായത് നമ്മൾക്ക് ഇന്ന് ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, നമ്മൾ ഈ ഗൂഗിൾ പേ അടക്കമുള്ള ട്രാൻസാക്ഷൻ ഇന്ന് ലോകത്ത് ഒരു ദിവസം നടക്കുന്നതിൽ 46% ഇന്ത്യയിലാണ്. അതൊരു വലിയ ഡേറ്റയാണല്ലോ. ലോകത്തെ ടോട്ടൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 46% ഇന്ത്യയിലാണ്. 1,00,000 QR കോഡുകൾ ഓൾറെഡി ഡിപ്ലോയിഡ് ആണ് നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിലായിട്ട്. അപ്പം 1000 കോടി ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യ നടക്കുന്നത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. അങ്ങനെ എല്ലാം ട്രാൻസ്പെറന്റ് ആകട്ടെ. ഡിജിറ്റലൈസ് ആയോണ്ടല്ലേ അത് പറ്റിയത്. തീർച്ചയായിട്ടും നോട്ട് നിരോധനത്തിന്റെ ബാക്കി പത്രമായിരുന്നു ഡിജിറ്റലൈസേഷൻ. അതെ, പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമായി? നമ്മൾ ആരെങ്കിലും പേഴ്സ് കരുതുന്നു? ഇല്ല, കരുതുന്നില്ല. നമുക്ക് എന്ത് നഷ്ടം? ഒന്നുമില്ലല്ലോ. നമ്മൾ ഈ വാലറ്റ് അല്ലേ, നമ്മൾ എത്ര കംഫർട്ടബിളായി, എന്തൊരു എളുപ്പമാണ് ഇപ്പോൾ കാര്യങ്ങൾ. 136 കോടി ആധാറുകൾ ഇന്ത്യ ഇഷ്യൂ ചെയ്തു, പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ടെറിട്ടറി എന്നുള്ള രീതിയിൽ ഇതൊക്കെ ആവശ്യമാണല്ലോ. നമുക്കൊരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ നമ്മുടെ ഭാവമല്ലേ ഇതൊക്കെ, ആധാറൊക്കെ. നമ്മൾ ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് മറ്റു പല രാജ്യങ്ങളെക്കാൾ. സംരംഭകരാകാൻ കൂടുതൽ ആളുകൾ കടന്നു വരണമെന്നും അതിന് പുതിയ തലമുറയിൽ സംരംഭക മനസ്സ് സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നുമുള്ള ഓക്സിജൻ സിഇഒയുടെ നിർദ്ദേശം പ്രാവർത്തികമായാൽ വ്യവസായ വാണിജ്യ രംഗത്ത് കേരളം പുതിയ ഉയരങ്ങൾ തൊടുമെന്നുറപ്പാണ്. ആ വഴിക്ക് ചിന്തിക്കാൻ സർക്കാരിനും വിദ്യാഭ്യാസ വിദഗ്ധർക്കും കഴിയട്ടെ. ജോലി തേടി നമ്മുടെ ചെറുപ്പക്കാർ അന്യനാടുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിന് പകരം മറ്റു രാജ്യത്തു നിന്നുള്ള ആളുകൾ ജോലി തേടി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.